by underground water. First, we can look upon what is the groundwater. The water present in the pore spaces of regolith and bedrock below the ground surface is called groundwater or subsurface water or underground water. ഭൂമിക്ക് അകത്ത് കാണുന്ന ബെഡ്റോക്സിലും റെഗോലിത്തിലുമുള്ള പോർ സ്പേസിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ സബ്സർഫസ് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ബെഡ്റോക്ക് എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ കാണുന്ന ഏറ്റവും അടിയിൽ കാണുന്ന ബേസ് റോക്കിനെയാണ് ബെഡ്റോക്ക് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ കാണുന്ന ലൂസും അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയലാണ് റെഗോലിത്ത് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബെഡ്റോക്കിലും റെഗോലിത്തിലുമുള്ള പോർ സ്പേസസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ. The water precipitated from the atmosphere, which has percolated through the soil to form meteoric water, magmatic or juvenile water, fossil water, conite water. The rest percolates through the surface soil into the bedrock to form groundwater or phreatic water. അറ്റ്മോസ്ഫിയറിൽ നിന്ന് പ്രസിപ്പിറ്റേഷന്റെ രൂപത്തിൽ വരുന്ന വാട്ടർ പ്രസിപ്പിറ്റേഷൻ ഇവിടെ റെയിൻ ആവാം, ഡ്രിസിൽ ആവാം. അത്തരത്തിൽ വരുന്ന വാട്ടർ സോയിലിൽ കൂടെ പെർക്കുലേറ്റ് ചെയ്യുന്നു, ഊർന്നിറങ്ങുകയും അത് മീറ്ററോയിക് വാട്ടറും മാഗ്മാറ്റിക് വാട്ടറും ജുവനൈൽ വാട്ടറും ഫോസിൽ വാട്ടറും കൊണൈറ്റ് വാട്ടറും ഒക്കെ ആയിട്ട് മാറുന്നു. പക്ഷെ ഇത്തരത്തിൽ സർഫസിൽ കൂടെ ഊർന്നിറങ്ങുന്ന വെള്ളം ബെഡ്റോക്ക് വരെ എത്തുന്നെങ്കിൽ ആ ബെഡ്റോക്കിൽ ഫോം ചെയ്യുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫെറൈറ്റിക് വാട്ടർ. വാട്ട് ഈസ് സാച്ചുറേഷൻ? The percolating water fills the pore spaces of regolith and permeable rocks. This process is known as saturation of regolith and rocks. അതെന്താ പെർമിയബിലിറ്റി എന്ന് പറയാം. വെള്ളം കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സാച്ചുറേഷൻ ലെവൽ എന്താണെന്ന് നോക്കാം. റെഗോലിത്തിലും ഇതുപോലെ പെർമിയബിൾ റോക്സിലും, അത് വെള്ളം കടത്തിവിടാൻ കഴിവുള്ള റോക്സിലും ഉള്ള പോർ സ്പേസസ് ഇത്തരത്തിൽ ഊർന്നു വരുന്ന വെള്ളം ഫില്ലാവും. അതായത് സർഫസിൽ നിന്നും ഊർന്നു വരുന്ന വെള്ളം റെഗോലിത്തിലും അതുപോലെ തന്നെ പെർമിയബിൾ ആയിട്ടുള്ള റോക്സിന്റെ പോർ സ്പേസസിൽ ഫില്ലാവും. അങ്ങനെ ഫില്ലായിരിക്കുന്ന ആ അവസ്ഥയെ, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ. Water table. Water table is also known as groundwater table. It is the upper layer of an underground surface in which the soil or rocks are permanently saturated with water. വാട്ടർ ടേബിൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സർഫസിന്റെ ഒരു അപ്പർ ലെവലാണ്. ഈ അണ്ടർഗ്രൗണ്ട് സർഫസിന്റെ അപ്പർ ലെവലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അപ്പർ ലെവലിൽ കണ്ടുവരുന്ന സോയിലും അതുപോലെ തന്നെ റോക്സും പൂർണ്ണമായിട്ടും പെർമനന്റ്ലി സാച്ചുറേറ്റഡ് ആയിരിക്കും. പെർമനന്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള ആ ഒരു സർഫസിനെയാണ്, ആ ഒരു ലെവലിനെ പറയുന്ന പേരാണ് വാട്ടർ ടേബിൾ. On the basis of variability, water tables are of two types: permanent water table and temporary water table. Permanent water table is in which the water will never fall below a certain level and wells dug up to this depth provide water in all seasons, while temporary water tables are variable as per the seasons. Variability അടിസ്ഥാനത്തിൽ വാട്ടർ ടേബിളിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർമനന്റ് വാട്ടർ ടേബിളും ടെമ്പററി വാട്ടർ ടേബിൾ. പെർമനന്റ് വാട്ടർ ടേബിൾ ആ പേരിലുള്ളത് പോലെ തന്നെയാണ്, ഒരു പ്രത്യേക ലെവൽ വരെയായിരിക്കും അതിൻ്റെ വാട്ടർ ലെവൽ നിൽക്കുന്നത്. അത് എല്ലാ സീസണിലും ആ ഒരു ഡെപ്തിന് ചെറിയ വേരിയേഷൻസ് വന്നാലും എപ്പോഴും അതിൽ നിന്ന് വെള്ളം കിട്ടും. എപ്പോഴും ആ കിണറ്റിൽ നിന്നും വെള്ളം കിട്ടും. ആ വാട്ടർ ടേബിളിന് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വരത്തില്ല. ഈ ടെമ്പററി വാട്ടർ ടേബിൾ ആണെങ്കിൽ സീസൺ അനുസരിച്ച് വാട്ടർ ടേബിളിന്റെ ലെവലിന് വ്യത്യാസം വരാം, ചിലപ്പം വെള്ളം വറ്റിപ്പോവാനും സാധ്യതയുണ്ട്. Zones of underground water. Groundwater is found mainly in two zones: saturated zone and unsaturated zone. First, the saturated zone. It is otherwise called phreatic zone. It is a zone in which all pores and rock fractures are filled with water and it underlies the unsaturated zone. ആദ്യത്തെ സോൺ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സോൺ അല്ലെങ്കിൽ ഫെറൈറ്റിക് സോൺ. ഈ ഫിഗറിൽ ഈ ഭാഗത്താണ് കേട്ടോ സോൺ ഓഫ് സാച്ചുറേഷൻ. ഇതാണ് ഫെറൈറ്റിക് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു സോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കണ്ടുവരുന്ന എല്ലാ സോയിലും റോക്ക് ഫ്രാക്ചേഴ്സിലുമുള്ള പോർട്സ് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ കൊണ്ട് ഫില്ലായിരിക്കും. ഇവിടെ ഫുള്ളായിട്ട് വാട്ടർ കൊണ്ട് ഫില്ലായിരിക്കും. ഇത് അൺസാച്ചുറേറ്റഡ് സോണിന് തൊട്ട് താഴെയാണ് സാച്ചുറേറ്റഡ് സോൺ കണ്ടുവരുന്നത്. Second is unsaturated zone or vador zone or aeration zone. The unsaturated zone lies immediately below the land surface. It contains water and air in the open spaces or pores. They lie above the water table.
The pore spaces of regolith and permeable rocks are partially filled with air and water. രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് സോൺ അല്ലെങ്കിൽ വാഡേഴ്സ് സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് എറോഷൻ. ഇത് സർഫസ് ലെയർ, ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ടു താഴെയാണ് ഈ സോൺ ഓഫ് എറോഷൻ കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വാട്ടർ മാത്രമല്ല എയറും കൂടെ, എയർ പാർട്ടിക്കിൾസും കൂടെ ഇവിടുത്തെ ഓപ്പൺ സ്പേസസിൽ, പോർസിൽ ഫില്ലായിരിക്കും. ഇത് വാട്ടർ ടേബിളിന് തൊട്ടു മുകളിൽ കാണപ്പെടുന്ന ലെയറാണ് അൺസാച്ചുറേറ്റഡ് സോൺ. And types of geological formations of groundwater. There are mainly 4 types of geological formations in a groundwater. They are the aquifer, aquitard, aquiclude, aquefuge. Aquifer. An aquifer is a saturated formation of the earth. It not only stores the water but also yields it in adequate quantity. ഒരു ഗ്രൗണ്ട് വാട്ടറിന് 4 രീതിയിലുള്ള ജിയോളജിക്കൽ ഫോർമേഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് അക്വിഫർ. അക്വിഫറിന്റെ പ്രത്യേകത, അതൊരു സാച്ചുറേറ്റഡ് ഫോർമേഷൻ ഓഫ് ദ എർത്ത് ആണ്. എർത്ത് സർഫസിനകത്ത് കാണുന്ന ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷനാണ് അക്വിഫർ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫോർമേഷൻ നേരത്തെ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് വാട്ടറായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷനാണ് സാച്ചുറേറ്റഡ് ഫോർമേഷൻ. അതിനൊരു എക്സാമ്പിളാണ് അക്വിഫർ. അക്വിഫറിന്റെ പ്രത്യേകത, അതിൽ വെള്ളം സ്റ്റോർ മാത്രമല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വെള്ളം ഈൽഡ് ചെയ്യാനും പറ്റും. Aquifers are highly permeable formation and hence they are considered as the main source of groundwater application. Aquifers മറ്റൊരു പ്രത്യേകത വിടുന്ന highly permeable formation ആണ്. അതായത് വെള്ളം കടത്തിവിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൻ സോഴ്സ് ആയിട്ടാണ് അക്വിഫറിനെ കണ്ടുവരുന്നത്. Unconsolidated deposits of sand and gravel are example of aquifer. അക്വിഫറിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അൺകൺസോളിഡേറ്റ് ചെയ്ത് കിടക്കുന്ന സാൻഡും ഗ്രേവലുമാണ്. Aquifers are classified into 2 types based on the occurrence, that is confined aquifer and unconfined aquifer. Occurrenceന്റെ ബേസിൽ aquifers-നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, confined aquifer-ഉം unconfined aquifer-ഉം. Confined aquifer. A confined aquifer is an aquifer confined between 2 impermeable beds such as aquefuge, aquiclude, etc. The water in the confined aquifer will be under greater pressure, which is greater than the atmospheric pressure. Confined aquifer. Confined aquifer-ന്റെ പ്രത്യേകത, അക്വിഫർ എന്താണെന്ന് പറഞ്ഞു, അതൊരു പെർമിയബിൾ ആയിട്ടുള്ളൊരു സർഫസ് ആണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. 2 ഇംപെർമിയബിൾ ബെഡിനിടയിൽ കണ്ടുവരുന്ന അക്വിഫറിനെയാണ് കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഈ ഇംപെർമിയബിൾ ബെഡ് എന്ന് പറയുന്നത് അക്വിഫ്യൂജോ അക്വിക്ലൂഡോ ആവാം. അക്വിഫ്യൂജ് അക്വിക്ലൂഡ് എന്തെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇംപെർമിയബിൾ ബെഡിനിടയിൽ കണ്ടുവരുന്ന അക്വിഫറാണ് കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കൂടുതലായിരിക്കും. Second, unconfined aquifer. An unconfined aquifer is an aquifer which has free water surface, which means water table exists for this type of aquifer. And so this is also called water table aquifer or free aquifer or phreatic aquifer. Unconfined aquifer-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ഫ്രീ വാട്ടർ സർഫസ് ആണ്. അതായത് ഇവിടെ വാട്ടർ ടേബിൾ കണ്ടുവരും. അൺകൺഫൈൻഡ് അക്വിഫറിൽ ഒരു വാട്ടർ ടേബിൾ കാണും. അതുകൊണ്ട് തന്നെ അതിനെ വാട്ടർ ടേബിൾ അക്വിഫർ എന്നോ ഫ്രീ അക്വിഫർ എന്നോ ഫ്രൈറ്റിക് അക്വിഫർ എന്നൊക്കെ വിളിക്കാറുണ്ട്. Unconfined aquifers are recharged by infiltration or precipitation from the groundwater. ഇനി ഈ അൺകൺഫൈൻഡ് അക്വിഫറിന് കണ്ടിന്യൂസ് ആയിട്ട് റീചാർജിങ് നടക്കും. അത് നടക്കുന്നത് സർഫസിൽ നിന്നുള്ള വെള്ളം ഊർന്നിറങ്ങിയിട്ടാണ് ഈ അൺകൺഫൈൻഡ് അക്വിഫേഴ്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി വരുന്നത്. എപ്പോഴും പ്രസിപ്പിറ്റേഷനിൽ നിന്നും ഇൻഫിൽട്രേഷൻ വഴി എത്തുന്ന വെള്ളത്തിൽ നിന്നാണ് അൺകൺഫൈൻഡ് അക്വിഫേഴ്സിന് റീചാർജ് ചെയ്യുന്നത്. Artesian wells. Artesian wells ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം ആണ്. എന്താണെന്ന് നോക്കാം. There are some wells in which the water automatically flows into the surface. They are found in arid and semi-arid regions of the world where a basin-like structure lies along the side of a hill that can collect rainwater. Artesian wells എന്ന് പറയുന്നത് ചില ടൈപ്പ് വെൽസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഒരു വെല്ലിൽ നിന്ന് തന്നെ വാട്ടർ ഓട്ടോമാറ്റിക്കലി സർഫസിൽ എത്തിച്ചേരും. പുറത്തുള്ള സർഫസിൽ അത്തരത്തിലുള്ള വെല്ലിൽ നിന്ന് വെള്ളം പുറത്തെത്തിച്ചേരും. അത്തരത്തിലുള്ള വെല്ലിനെയാണ് ആർട്ടിസൻ വെൽസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഏറിൽ അല്ലെങ്കിൽ സെമി ഏറിഡ് റീജിയൻസിലാണ്. ഇതൊരു ബേസിൻ ലൈക്ക് സ്ട്രക്ചറാണ്. പ്രധാനമായിട്ടും ഏതെങ്കിലും ഹില്ലിൻ്റെയൊക്കെ ഒരു സൈഡിലാണ് ആർട്ടിസൻസ് വെൽ കണ്ടുവരുന്നത്. ഇതൊരു ബേസിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് റെയിൻ വാട്ടർ കളക്ട് ചെയ്യാനും പറ്റും.
ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ആർട്ടിസൻ വെൽ ഉണ്ട്, കൺഫൈൻഡ് അക്വിഫർ ഉണ്ട്, അൺകൺഫൈൻഡ് അക്വിഫർ ഉണ്ട്. ബെഡ്റോക്കിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്നത് കൺഫൈൻഡ് അക്വിഫർ. ഒരു 2 റോക്ക് സ്ട്രാറ്റയ്ക്കിടയിലാണ് കൺഫൈൻഡ് അക്വിഫേഴ്സ് കണ്ടുവരുന്നത്. ദെൻ ഇംപെർമിയബിൾ ബെഡ് ആണ്, അതുകൊണ്ട് ഒരു ബെഡ് റോക്ക് ഉണ്ട്, ഒരു ക്ലേ ആണ്, രണ്ടും ഇംപെർമിയബിൾ ആണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് 2 ഇംപെർമിയബിൾ ബെഡ്സിനിടയിൽ കണ്ടുവരുന്ന ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് കൺഫൈൻഡ് അക്വിഫർ. അതേസമയം ഒരു വാട്ടർ ടേബിളിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു അക്വിഫർ ആണ് അൺകൺഫൈൻഡ് അക്വിഫർ. ഇവിടെ ഒരു ആർട്ടിസൻ വെല്ല് കാണാം, അതിന്റെ വാട്ടർ ഗ്രൗണ്ട് സർഫേസ് വരെ എത്തിച്ചേരുന്നുണ്ട്. Acutard. An acutard is also a saturated formation. It permits the water to eat but does not eat water in sufficient quantity as much as aquifer does. It is because of their partly permeable nature. Acutard. Acutardum ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷൻ ആണ്, ഫുള്ള് വാട്ടർ നിറഞ്ഞിരിക്കുന്ന ഫോർമേഷൻ ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പൂർണ്ണമായിട്ടും വെള്ളം കടത്തി വരുന്നില്ല, ഇത് പാർട്ട്ലി പെർമിയബിൾ ആണ് ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അക്വിഫറിന്റെ അത്രത്തോളം തന്നെ വെള്ളം ഇതിൽ നിന്നും കിട്ടുന്നുമില്ല. If there is an aquifer under the acutard, then the water from the acutard may seep into the aquifer. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു പ്ലേസിൽ ഒരു അക്യുറ്റാർഡ് ഉണ്ട്, അക്യുറ്റാർഡിന് തൊട്ട് താഴെ ഒരു അക്വിഫർ ഉണ്ടെങ്കിൽ ഈ അക്യുറ്റാർഡിലെ മുഴുവൻ വെള്ളവും അക്വിഫറിലോട്ട് ഒഴുകി പോകാറുണ്ട്, സ്വീപ്പ് ചെയ്ത് പോകാറുണ്ട്. Sandy clay is a perfect example of acutard. Here the clay particles block the voids present in the sand and make it partly permeable. അക്യുറ്റാർഡിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സാൻഡി ക്ലേ ആണ്. സാൻഡും ക്ലേയും കൂടെ മിക്സ് ആണ്. സാൻഡിന്റെ പ്രത്യേകത അറിയാലോ, പെർമിബിലിറ്റി ഉണ്ട്, പക്ഷെ ക്ലേക്ക് പെർമിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അത് പാർട്ട്ലി പെർമിയബിൾ ആണ്. ക്ലേ പാർട്ടിക്കിൾസ് ബാക്കിയുള്ള വെള്ളത്തിനെ കടത്തി വിടുന്നില്ല, അവിടെ ആ സ്പേസസ് അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഒരു ഫിഗറിൽ ഈ ഒരു ഭാഗത്താണ് അക്യുറ്റാർഡ്, അതിന് തൊട്ട് താഴെ തന്നെ ഒരു അക്വിഫർ ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ അക്യുറ്റാർഡിലെ വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത് അക്വിഫറിലോട്ടായിരിക്കും. Then Aciclode. Aciclode is a geological formation which is impermeable to the flow of water. അക്വിഫറിൽ നിന്നും അക്യുറ്റാർഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് അക്വിക്ലോഡ്. അക്വിക്ലോഡിന്റെ പ്രത്യേകത അത് ഇംപെർമിയബിൾ ആയിട്ടുള്ള വെള്ളം കടത്തിവിടാത്തൊരു ഫോർമേഷൻ ആണ്. It contains a large amount of water but does not permit water to go through it and does not eat water. ഈ അക്വിക്ലോഡ് എന്ന് പറഞ്ഞ ജിയോളജിക്കൽ ഫോർമേഷനിൽ ഒരുപാട് വെള്ളമുണ്ട്, പക്ഷേ ഇത് വെള്ളം കടത്തിവിടുന്നുമില്ല, അതിൽ നിന്ന് വെള്ളം എടുക്കാനും പറ്റത്തില്ല. It is because of its high porosity and clay is an example of aciclode. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ഫൈലി പോറസ് ആയിട്ടൊരു ഫോർമേഷൻ ആണ് അക്വിക്ലോഡ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ വെള്ളം കടത്തിവിടാനും സാധിക്കില്ല, വെള്ളം എടുക്കാനും സാധിക്കില്ല. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലേ ആണ്. Another term associated with it is perched water table. When aciclode lies between two aquifers, the water table of upper aquifer is known as perched water table. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് perched water table. ഇപ്പോൾ ഒരു അക്വിക്ലൂഡ് ഉണ്ട്, അക്വിക്ലൂഡ് 2 അക്വിഫേഴ്സിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചോളൂ. 2 അക്വിഫേഴ്സ്, മുകളിലും ഒരു അക്വിഫർ ഉണ്ട്, താഴെ ഒരു അക്വിഫർ ഉണ്ട്, അതിന്റെ നടുക്കാണ് ഒരു അക്വിക്ലൂഡ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മുകളിൽ കാണപ്പെടുന്ന അക്വിഫറിന്റെ വാട്ടർ ടേബിളിനെയാണ് പേർച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു പേർച്ച്ഡ് അക്വിഫർ കാണാൻ സാധിക്കും. ഇതൊരു അക്വിക്ലൂഡ് ആണ്, അതിന് താഴെയും അക്വിഫർ ഉണ്ട്, മുകളിലും ഒരു അക്വിഫർ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു വാട്ടർ ലെവലിനെയാണ് പേർച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അക്വിക്ലൂഡ് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആയിട്ടുള്ളൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ക്ലേ ആണ്. Then aquifuge. An aquifuge is an impermeable geological formation which is neither porous nor permeable, which means it cannot store water in it and at the same time it cannot permit water through it. Combat rock is an example of aquifuge. നാലാമത്തെ ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് അക്വിഫ്യൂജ്. ഇതും ഒരു ഇംപെർമിയബിൾ ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പോറസും അല്ല, പെർമിയബിൾ അല്ല. നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോറസ് ആയിരുന്നു, പക്ഷെ പെർമിയബിൾ അല്ല. പക്ഷെ അക്വിഫ്യൂജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അക്വിഫ്യൂജ് പെർമിയബിളും അല്ല, പോറസും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വാട്ടർ സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല, വാട്ടറിനെ അത് കടത്തിവിടുന്നുമില്ല. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള റോക്കാണ്. Springs. Another term associated with the groundwater is spring. Springs are surface outflow of groundwater through an opening in a rock under hydraulic pressure. Spring, ഭൂമിക്ക് അകത്തുള്ള വെള്ളം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ
ഏതെങ്കിലും ഒരു റോക്കിന്റെ ഓപ്പണിങ്ങിൽ കൂടെ സർഫസിലോട്ട് എത്തുന്നതിനെയാണ് സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ സർഫസിൽ എത്തുന്നത് ഹൈഡ്രോളിക് പ്രഷർ കാരണമാണ്. In such cases, the aquifer is either exposed at the surface or it underlies an impermeable rock. ഇത്തരത്തിലൊരു സ്പ്രിംഗ് ഫോം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഈ രണ്ട് കാരണത്തിൽ ഏതെങ്കിലും ഒന്ന് കാരണമാവും സ്പ്രിംഗ് ഉണ്ടാകുന്നത്. ഒന്നേൽ ഒരു അക്വിഫർ ഗ്രൗണ്ടിൽ എക്സ്പോസ് ചെയ്ത് കാണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അക്വിഫർ ഒരു ഇംപെർമിയബിൾ റോക്കിനടിയിൽ കാണപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഈ ഗ്രൗണ്ട് വാട്ടർ ഏതെങ്കിലും ഒരു സർഫസ് ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു വരുന്നത്. The amount of water in an aquifer depends upon the amount of rainfall in the area, landform characteristics and the size of the aquifer. ഇത്തരത്തിൽ സ്പ്രിംഗിൽ വരുന്ന വാട്ടറിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അക്വിഫറിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രദേശത്തെ മഴ, അവിടുത്തെ ടോപ്പോഗ്രഫി, അതുപോലെ തന്നെ അക്വിഫറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. Then hot spring. Sometimes the water that flows out of the spring is very hot. Such springs are called hot springs. They generally occur in areas of active or recent volcanism. ഹോട്ട് സ്പ്രിംഗ് ആ പേരിൽ തന്നെയുണ്ട്. വളരെ ചൂട് കൂടിയ വെള്ളം വരുന്ന സ്പ്രിങ്സിനെയാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇത്തരം ചൂടുള്ള വെള്ളം വരാൻ കാരണം ആ ഒരു പ്രദേശത്ത് ആക്റ്റീവ് വോൾക്കാനിസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വോൾക്കാനിസം നടക്കുകയോ ചെയ്ത പ്രദേശങ്ങളായിരിക്കാം. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹോട്ട് സ്പ്രിംഗിന്റെ പിക്ചറാണ്. An example, Manikaran in Kulu Valley, Tachapani near Shamla, then Jwalamukhi in Kagra, Sokhna in Haryana, Rashgur, Sitakund in Jharkhand, Badrinath in Uttar Pradesh, etc. Geyser. Springs emitting hot water and steam in formation of fountains or jet at regular intervals are called geysers. ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ സ്റ്റീമും ഒരു ഇന്റർവെൽ വെച്ചിട്ട് എമിറ്റ് ചെയ്യുന്ന സ്പ്രിങ്സിനെ വിളിക്കുന്ന പേരാണ് ഗെയ്സേഴ്സ്. ഇത് കണ്ടുവരുന്നത് ഫൗണ്ടന്റെയോ ഒരു ജെറ്റിന്റെയോ ഒക്കെ ഷേപ്പിലാണ്. റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ഒരു ഗെയ്സറാണ്. ഇതിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഇന്റർവെൽ ആയിരിക്കും. ചിലപ്പോൾ അരമണിക്കൂർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു 4 മണിക്കൂർ ആയിരിക്കാം. കൃത്യമായ ഇന്റർവെലിന്റെ ഇടയിൽ ഹോട്ട് വാട്ടറും സ്റ്റീമും എമിറ്റ് ചെയ്യുന്ന സ്പ്രിങ്സ് ആണ് ഗെയ്സർ എന്ന് പറയുന്നത്. The term geyser has been derived from the Icelandic word geysir. ഈ ഗെയ്സർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഐസ്ലാൻഡിക് വേർഡായ ഗെയ്സറിൽ നിന്നാണ്. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഗെയ്സർ ഈസ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ യെലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഓഫ് USA, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ റോക്കി മൗണ്ടൻ റീജിയൻ. ഇന്ന് കണ്ടുവരുന്നതിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഉള്ള ഗെയ്സർ എന്ന് പറയുന്നത് അമേരിക്കയിലെ യെലോസ്റ്റോൺ നാഷണൽ പാർക്കിലുള്ള ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗെയ്സർ ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്തത് റോക്കി മൗണ്ടൻ റീജിയൻസിലാണ്. Then moving to our topic, geomorphic work by groundwater. The geological and geomorphological work of groundwater includes chemical erosion of soluble rock at the surface by surface water and below the surface by groundwater, limited transport of eroded materials in suspension form, and deposition of solids. Geological work by groundwater. ഗ്രൗണ്ട് വാട്ടറിന്റെ ജിയോളജിക്കൽ അല്ലെങ്കിൽ ജിയോമോർഫോളജിക്കൽ വർക്കുകൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് കെമിക്കൽ ഇറോഷനാണ്. സോളബിൾ റോക്സിന്റെ കെമിക്കൽ ഇറോഷനാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള സോളബിൾ റോക്സിന്റെ കെമിക്കൽ ഇറോഷൻ സർഫസിൽ നടത്തുന്നത് സർഫസ് വാട്ടറും അണ്ടർഗ്രൗണ്ടിൽ നടത്തുന്നത് ഗ്രൗണ്ട് വാട്ടറും ആയിരിക്കും. ഇത്തരത്തിൽ ഉള്ള ഗ്രൗണ്ട് വാട്ടറിന്റെ ജിയോമോർഫോളജിക്കൽ വർക്കിൽ മറ്റ് ഏജൻസിനെ പോലെ, അതായത് റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യർ അല്ലെങ്കിൽ സീവേസിനെ പോലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ ലിമിറ്റഡ് ആണ്. ഇത്തരം ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് പ്രധാനമായിട്ടും സോളബിൾ ആയിട്ടായിരിക്കും, സൊല്യൂഷന്റെ ഫോമിലായിരിക്കും. വളരെ കുറച്ച് മെറ്റീരിയൽ സസ്പെൻഷൻ ഫോമിൽ നടക്കും. പിന്നെ ഡെപ്പോസിഷൻ നടത്തുന്നത് സോളുവൻസ് ആയിട്ടാണ് ഡെപ്പോസിഷൻ നടത്തുന്നത്. And geomorphic work in and on groundwater is mainly of two types, erosional work and depositional work. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടറിന്റെ ഇറോഷണൽ വർക്ക് അല്ലെങ്കിൽ ജിയോമോർഫോളജിക്കൽ അല്ലെങ്കിൽ ജിയോളജിക്കൽ വർക്ക് പ്രധാനമായിട്ടും 2 പ്രോസസ്സേ ഉള്ളൂ. ഇറോഷനും ഡിപ്പോസിഷനും. ട്രാൻസ്പോർട്ടേഷനും ഇവിടെ അത്രത്തോളം പ്രാധാന്യമില്ല. Erosional work by underground water. Rainwater absorbs the carbon dioxide as it falls. The carbon dioxide combines with the water to form carbonic acid. The slightly acidic water sinks into the ground and moves through pore spaces in soil and cracks and fractures in rock and disintegrates and dissolves the carbonate rocks to form various features. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് റെയിൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡായിട്ട് മാറുന്നു. സ്ലൈറ്റ്ലി അസിഡിക് നേച്ചറുള്ള ഒരു ആസിഡാണ് കാർബോണിക് ആസിഡ്. ഈ ആസിഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയും ഗ്രൗണ്ടിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലോട്ട് പെർക്കുലേറ്റ് ചെയ്യും, ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു.
ഇത്തരത്തിൽ പെർക്കുലേറ്റ് ചെയ്യുന്നതും ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന കാർബോണിക് ആസിഡ് സോയിലുള്ള പോർ സ്പേസസിലും റോക്സിലുള്ള ക്രാക്സിലും ഫ്രാക്ചേഴ്സിലും എത്തിച്ചേരുകയും അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അത് കാർബോണൈറ്റ് റോക്സിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ അതിന് സൊല്യൂഷൻ ഡിസോൾവ് ചെയ്തിട്ട് അതിനെ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആക്കി മാറ്റുന്നു. Topographical features formed by the underground water can be seen particularly in an area highland composed of limestone on a larger scale. ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലൈംസ്റ്റോണിന്റെ ഹൈലാൻഡ്സിൽ, അത് ലാർജ് സ്കെയിലിൽ കാണപ്പെടുന്ന ലൈംസ്റ്റോൺ ഹൈലാൻഡ്സിലായിരിക്കും. This distinctive topography formed due to the action of underground water in limestone is known as karst topography. ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൈംസ്റ്റോൺ ഉണ്ടാക്കുന്ന ടോപ്പോഗ്രഫി വിളിക്കുന്ന പേര് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ്. The word comes from the karst region of Adriatic Sea coast in Yugoslavia, where such formations are notable. ഈ ഒരു പേര് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫിക്കൽ റീജിയൻസിന് വരാൻ കാരണം എന്ന് പറയുന്നത് യുഗോസ്ലേവിയയിലുള്ള അഡ്രിയാറ്റിക് സീ കോസ്റ്റിലുള്ള സ്ഥലത്തിനെ കാസ്റ്റ് റീജിയൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ഒരുപാടുള്ള ആ റീജിയൻസിനെ കാസ്റ്റ് റീജിയൻ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് മറ്റു പ്രദേശങ്ങളിലും ഉള്ള ലൈംസ്റ്റോൺ ഫോർമേഷനെ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഈ ഒരു അഡ്രിയാറ്റിക് സീ കോസ്റ്റിലുള്ള ആ ഒരു കാസ്റ്റ് റീജിയനിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ലൈംസ്റ്റോൺ റോക്സ് ഉണ്ട്. അത് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ഏജൻസ് ഓഫ് ഗ്രഡേഷൻ ആൻഡ് ആക്ട് ചെയ്തിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത റീജിയനാണ് അഡ്രിയാറ്റിക് സീ കോസ്റ്റിലുള്ള കാസ്റ്റ് റീജിയൻ. Karst topography or limestone topography. Landforms produced by chemical weathering and chemical erosion of the carbonate rocks, mainly calcium carbonate and magnesium carbonate, by surface and subsurface water is called karst topography. കാസ്റ്റ് ടോപ്പോഗ്രാഫിയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ചാൽ കാർബണേറ്റ് റോക്സ് ആയ കാൽഷ്യം കാർബണേറ്റോ മാഗ്നീഷ്യം കാർബണേറ്റിനോ സർഫസ് വാട്ടറിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ സബ് സർഫസ് വാട്ടർ അതായത് ഗ്രൗണ്ട് വാട്ടറിന്റെ ഫലമായിട്ടോ കെമിക്കൽ വെതറിങ്ങോ കെമിക്കൽ ഇറോഷനോ ഉണ്ടായി പുതിയ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നതിനെയാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ക്യാരക്ടറിസ്റ്റിക് ലാൻഡ് ഫോംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ ഇറോഷൻ ഓഫ് ക്രിസ്റ്റലൈൻ ജോയിന്റഡ് ലൈംസ്റ്റോൺ ഓഫ് കാസ്റ്റ് റീജിയൻ. ഒരു കാസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ജോയിന്റഡ് ലൈംസ്റ്റോൺസ് ഉള്ള ഒരു റീജിയനിൽ കെമിക്കൽ ഇറോഷൻ നടന്നിട്ട് പുതിയൊരു ലാൻഡ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. കാസ്റ്റ് ടോപ്പോഗ്രഫി ഈസ് ഫൗണ്ട് ഇൻ ഏരിയാസ് ഹാവിംഗ് ഡോളമൈറ്റ്, ജിപ്സം ഓർ ഹാലൈറ്റ്. ഇനി കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യം കാർബണേറ്റും അടങ്ങിയ റോക്സ് ഉള്ള ഭാഗത്ത് മാത്രമല്ല ഡോളമൈറ്റും ജിപ്സും ഹാലൈറ്റും ഉള്ള റീജിയൻസിലും കാസ്റ്റ് ടോപ്പോഗ്രഫി കണ്ടുവരാറുണ്ട്. Significant karst areas are found in southern France, Spanish Andalusia, western Cuba, China and Sri Lanka. In India, they are found in Rojas Plateau, Sahasradhara, Pachmarhi, Basta, Visakhapatnam and Cherrapunji. Last, the conditions for the development of karst topography. ഒരു സ്ഥലത്ത് കാസ്റ്റ് ടോപ്പോഗ്രഫി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടീഷൻസ് നെസസറി ആയിട്ട് ആവശ്യമുണ്ട്? First, the limestone must be massive, thickly bedded, hard, tenacious, well cemented and well jointed. Limestone എന്ന് പറയുന്നത് massive, വളരെ വിശാലമായിട്ടായിരിക്കണം, തിക്കായിട്ട് ബെഡഡ് ഉള്ളതായിരിക്കണം, വളരെ ഹാർഡ് ആയിരിക്കണം, ടെനീഷ്യസ് വളരെ ദൃഢമായിരിക്കണം, വളരെയധികം വെൽ സിമെന്റ് അടുക്കി സിമെന്റ് ചെയ്ത് വെച്ചതുപോലെ ഉള്ളതായിരിക്കണം, നല്ല ജോയിന്റ് ചെയ്ത ലൈംസ്റ്റോൺ ആയിരിക്കണം. Second, the limestone should not be porous, wherein permeability is largely controlled by joints and not by the mass of rock. Limestone ഒരിക്കലും പോറസ് ആവാൻ പാടില്ല. പകരം ലൈംസ്റ്റോൺ പെർമിയബിൾ ആണ്. എങ്കിൽ മാത്രമല്ലേ ഗ്രൗണ്ട് വാട്ടർ അതിൽ കൂടെ ഊർന്നിറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൈംസ്റ്റോൺ എപ്പോഴും പെർമിയബിൾ ആയിരിക്കണം, പക്ഷെ പോറസ് ആവാൻ പാടില്ല. ഇനി ഈ ലൈംസ്റ്റോണിന്റെ പെർമിയബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ ജോയിന്റ്സ് ആണ്, അല്ലാതെ ആ റോക്കിന്റെ വലിപ്പമല്ല. ആ റോക്കിൽ എത്രത്തോളം ജോയിന്റ്സ് ഉണ്ട് എന്നതാണ് ആ ലൈംസ്റ്റോണിന്റെ പെർമിയബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. Third, the position of limestone should be above the groundwater table. Groundwater table മുകളിലായിരിക്കണം ഇത്തരത്തിലുള്ള limestone formations കാണപ്പെടേണ്ടത്. The limestone should be widely distributed in both aerial and vertical dimension.
ലൈംസ്റ്റോൺ മാസീവ് ആയിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അതായത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏരിയൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, അതായത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷനിലും ലൈംസ്റ്റോൺ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിരിക്കണം. The limestone should be highly folded fracture or faulted. മറ്റൊരു പ്രത്യേകത ഇത്തരത്തിലുള്ള ലൈംസ്റ്റോൺ ഒന്ന് ഹൈലി ഫോൾഡഡ് ലൈംസ്റ്റോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾട്ടഡ് ആയിരിക്കണം. And last condition is there should be enough rainfall. അവിടെ ഈ ഒരു ഇറോഷണൽ പ്രോസസ്സിനും അല്ലെങ്കിൽ ഡിപ്പോസിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉള്ള ഇനഫ് ആയിട്ടുള്ള റെയിൻഫോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫി ഓർ അണ്ടർഗ്രൗണ്ട് വാട്ടർ topography.